നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 30, 2026 തിങ്കൾ. അങ്ങനെ നാളെ ശ്രീ മഹാവീർ ജയന്തിയോടനുബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിന് അവധിയായതിനാൽ തന്നെ ഇന്നായിരിക്കും നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ മന്ത്ലി എക്സ്പയറിയും. ഇന്ന് മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. മാർച്ച് 23, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ക്രൂഡ് ഓയിലിന്റെ വില 100 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടക്കുകയും ചെയ്തു. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഏപ്രിൽ 6 വരെ ഇറാന്റെ ഊർജ്ജ സ്രോതസ്സുകളുടെ മുകളിലുള്ള ആക്രമണം നീട്ടിവെച്ചു എന്നുള്ള പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ വന്നെങ്കിലും പ്രായോഗികമായിട്ട് അത് നടപ്പിലാകുന്നുമില്ല. ഇരു കൂട്ടരുടെയും ഭാഗത്ത് നിന്നുമുള്ള ആക്രമണവും പ്രത്യാക്രമണവും അതേപടി തുടരുന്നുമുണ്ട്. അതിനിടയിൽ UAE വഴി ഇറാനിലേക്ക് ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തുവാനുള്ള പദ്ധതികളും US തയ്യാറാക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. എന്നാൽ ഇറാൻ യുദ്ധത്തിൽ പ്രവേശിക്കുന്നതിനെതിരെ UAEക്ക് ജെഫ്രി സാക്സ് മുന്നറിയിപ്പ് നൽകി. അതായത് ദുബായും അബുദാബിയും ഒരുപക്ഷെ പൊട്ടിത്തെറിച്ചേക്കാമെന്നുള്ള മുന്നറിയിപ്പും നൽകുകയും ചെയ്തു. അതേസമയം ഇറാന്റെ ഭാഗത്ത് നിന്നും US ട്രൂപ്പ് കരമാർഗം ഇറാനിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ സ്രാവിനായിട്ടുള്ള തീറ്റയായിട്ട് മാറുമെന്നുള്ള ഭീഷണിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്നും വരികയും ചെയ്തത്. കൂടാതെ ഇറാന്റെ ഭാഗത്ത് നിന്നും USന്റെ എയർക്രാഫ്റ്റ് കാരിയർ ആയിട്ടുള്ള അബ്രാഹം ലിങ്കൺ തങ്ങളുടെ പരിധിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തകർക്കാൻ തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നുള്ള പ്രഖ്യാപനവും വരികയും ചെയ്തു. USനെതിരായിട്ടുള്ള ആക്രമണം ശക്തിപ്പെടുത്തുവാൻ ഇറാൻ പാർലമെന്റും പ്രമേയം പാസാക്കുകയും ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നിലവിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി തന്നെ തുടരുന്നുമുണ്ട്. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന എനർജി ക്രൈസിസിനെ മറികടക്കുവാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും പുതിയ നടപടികൾ വരുന്നുണ്ട്. അതായത് ഒരു ജില്ലയിൽ 2 പെട്രോൾ പമ്പുകളിൽ നിന്നായിട്ട് പ്രതിദിനം 5000 ലിറ്റർ മണ്ണെണ്ണ വിതരണം രാജ്യത്തുടനീളം നടപ്പിലാക്കാനുള്ള പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നതും. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇന്ന് രാവിലെ വീണ്ടും വ്യാപാരം പുനരാരംഭിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ശക്തമായ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും ഏകദേശം 400 പോയിന്റുകൾക്ക് അടുത്ത്. ആയതിനാൽ തന്നെ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം നിലവിൽ നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 22,500 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ആയതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റി 22,470 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 2024 ജൂണിലെയും 2025 ഏപ്രിൽ മാസത്തെ, അതായത് പഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ ഉണ്ടായ ലോ ലെവലായ 22,300 എന്ന ലെവലും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. ഈ ലെവലും ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 21,700 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം സാധ്യതകൾ കുറവാണെങ്കിൽ കൂടിയിട്ടും ഇന്ന് നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 23,000 എന്ന സൈക്കോളജിക്കൽ ലെവലും തുടർന്ന് 23,200 എന്ന ലെവലുകളിലും അപ്പർ സൈഡിലേക്ക് ഒരു പക്ഷേ നിഫ്റ്റിക്ക് ശക്തമായ റെസിസ്റ്റൻസും നേരിട്ടേക്കാം. എന്നാൽ അതേസമയം ഡൗൺ സൈഡിലേക്ക് 21,700 എന്ന ലെവലും നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് നിഫ്റ്റിയുടെ താഴേക്കുള്ള പ്രയാണം നോക്കി കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇറാൻ US വെടിനിർത്തൽ ചർച്ചകൾക്ക് മുകളിലുണ്ടായ സംശയങ്ങൾക്കും ആശങ്കകളെയും തുടർന്ന് തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളിലെ ശക്തമായ നേട്ടത്തിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനും വെള്ളിയാഴ്ച ശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇതിനെ തുടർന്ന് വെള്ളിയാഴ്ച വരെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും 1.13 ലക്ഷം ഇന്ത്യൻ കോടി രൂപയ്ക്ക് അഥവാ $12 ബില്യൺ മുകളിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ സെല്ലിംഗ് ആണ് അവരുടെ ഭാഗത്ത് നിന്ന് കാണുകയും ചെയ്തത്. മാത്രമല്ല വെള്ളിയാഴ്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും 4,367.30 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3,566.15 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ഇന്ന് ഇന്ത്യയിൽ നിന്നും വൈകുന്നേരം 4 മണിയോടുകൂടി ഫെബ്രുവരി മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെയും മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡാറ്റകളുടെയും റിലീസ് നടക്കാനുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ ആകെ വൈകുന്നേരം 5:30 ജർമ്മനിയിൽ നിന്നും മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് മാത്രമേ ഉള്ളൂ. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഇറാനും US തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകളുടെ മുകളിലുള്ള പരാജയങ്ങളെ തുടർന്ന് വെള്ളിയാഴ്ച US മാർക്കറ്റിൽ S&P 500-ന് 1.25% നാസ്ഡാക്കിന് 2.25% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല നിലവിൽ USലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 0.6% അഥവാ 270 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയിട്ടാണ്
വ്യാപാരം ആരംഭിച്ചിരിക്കുന്നതും യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റിന് 0.25%-ലേറെയും ജർമ്മൻ മാർക്കറ്റിന് 1.5%-നടുത്തും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്ന് രാവിലെ 6:30 വീണ്ടും വ്യാപാരം പുനരാരംഭിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയിലും 300-ലേറെ പോയിന്റുകളുടെ നഷ്ടമാണ് പ്രതിഫലിപ്പിക്കുന്നതും ഏകദേശം 1.5%-നടുത്ത്. ആയതിനാൽ തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ശക്തമായ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 4.25%-നടുത്തും കൊറിയൻ മാർക്കറ്റ് 4.25%-ലേറെയും നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വില $116 പെർ ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില 100 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് $102.70 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 1%-നടുത്ത് ഇടിവാണ് അനുഭവപ്പെടുന്നത്. $4,454.21 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. നിഫ്റ്റിയുടെ PCR 0.89 എന്ന നിലയിലും മാക്സ് പെയിൻ 23,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. നിഫ്റ്റിയുടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളും അവയുടെ ഡൗൺ ട്രെൻഡ് തുടരുകയും ചെയ്തു. മാത്രമല്ല 100-ഡേ EMA 200-ഡേ EMAയ്ക്ക് താഴേക്കായിട്ടും പതിച്ചു. RSIയിലും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 35.76 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയും ചെയ്തു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 23,000 എന്ന സ്ട്രൈക്കിലാണ് ഹോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. 22,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.81 എന്ന നിലയിലും മാക്സ് പെയിൻ 53,500 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയുടേതുപോലെ തന്നെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളും അവയുടെ ഡൗൺ ട്രെൻഡ് തുടരുക തന്നെ ചെയ്തു. മാത്രമല്ല മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-ഡേ EMA 200-ഡേ EMAയ്ക്ക് തൊട്ടടുത്തേക്കായിട്ടും എത്തിച്ചേരുകയും ഉണ്ടായി. RSIയിലും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 33.43 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 54,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 53,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. 51,000 എന്ന സ്ട്രൈക്കിലാണ് അതേസമയം പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 52,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. NLC ഇന്ത്യ UP രാജ്യ വിദ്യുത് ഉത്പാദന നിഗമവുമായി കമ്പനിയുടെ ജോയിന്റ് വെഞ്ചർ വഴി പാച്വാര സൗത്ത് കൽക്കരി ബ്ലോക്കിൽ കൽക്കരി ഉൽപാദനം ആരംഭിച്ചു. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സെന്റർ ഫോർ ഗവേണൻസിൽ നിന്നും 444.44 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. കൂടാതെ മുംബൈ പോർട്ട് അതോറിറ്റിയിൽ നിന്നും 13.03 കോടി രൂപയുടെ ഓർഡറും ലഭിക്കുകയും ചെയ്തു. ദീപക് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഹരിയാനയിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പാനിപ്പത്ത് റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ് കോംപ്ലക്സ് ടൗൺഷിപ്പിൽ റെസിഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടിനായി 474.25 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. NTPC 4.70 ജിഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് എന്ന കമ്പനിയുടെ നിക്ഷേപ നിർദ്ദേശത്തിന് ബോർഡ് അംഗീകാരം നൽകി. ഏകദേശം 5,821.90 കോടി രൂപയുടെ ചെലവാണ് പദ്ധതിക്കായിട്ട് പ്രതീക്ഷിക്കുന്നതും. ദിലീപ് ബിൽഡ്കോൺ നർമ്മദ നദിയിൽ വെള്ളപ്പൊക്ക സംരക്ഷണ തടയണ നിർമ്മിക്കുന്നതിനായി ഗുജറാത്തിൽ നിന്നും 698.49 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സഞ്ജിൻ ഇന്റർനാഷണൽ 2026 ജൂൺ 30 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനങ്ങളിൽ നിന്ന് ശ്രീ പീറ്റർ ബെയിൻസ് രാജിവെച്ചു. JSW സ്റ്റീൽ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ JSW സാമ്പാൽപൂർ സ്റ്റീൽ ഭൂഷൺ പവർ ആൻഡ് സ്റ്റീലിന്റെ സ്റ്റീൽ ബിസിനസ് സ്ഥാപനം ഏറ്റെടുത്തു. JNK ഇന്ത്യ കൊറിയയിലെ JNK ഗ്ലോബൽ കമ്പനിയിൽ നിന്ന് 300 മുതൽ 600 കോടി രൂപ മൂല്യം വരുന്ന ഒരു പ്രധാന ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ബോംബെ ബർമ ട്രേഡിംഗ് കോർപ്പറേഷൻ നീലഗിരിയിലെ തേയിലത്തോട്ടങ്ങൾ 120 കോടി രൂപയ്ക്ക് കമ്പനി വിറ്റു. ACME സോളാർ ഹോൾഡിംഗ്സ് 2021 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെയുള്ള കാലയളവിലേക്ക് ബാധകമായ പലിശയും പിഴയും ഉൾപ്പെടെ 149.73 കോടി രൂപയുടെ GST ഡിമാൻഡ് നോട്ടീസ് രാജസ്ഥാനിലെ ഡയറക്ടർ ജനറൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇന്റലിജൻസിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.